കേരള പുലയർ മഹാസഭ ഇടുക്കി യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. തോപ്രാംകുടി പെരുന്തൊട്ടി SC സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വിഭാഗത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് ജാതി സെൻസസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ജാതി സെൻസസ് നടപ്പാക്കുന്നതിനായി വേണ്ടിവന്നാൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനീഷ് കുമാർ പറഞ്ഞു. ജാതി സെൻസസ് പറഞ്ഞാൽ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കണം. നമുക്ക് സമ്മതം ലഭിച്ചു, ശരിയാണ്. ആ സമ്മതത്തിന്റെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരൻ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കൊണ്ട് ഭരണഘടനയിൽ നിന്ന് കിട്ടിയ സമ്മതത്തിന് അവൻ എന്തൊക്കെ ലഭിച്ചു എന്നറിയണം. അറിയണം. അതറിയണമെങ്കിൽ ജാതി സെൻസസ് നമുക്കറിയാം. കേരളത്തിലെ പല ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്, പട്ടികജാതിക്കാര് നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എയ്ഡഡ് മേഖലയിൽ നമുക്ക് സമ്മതമില്ല. സംസ്ഥാന സർക്കാർ പണം മുടക്കുന്ന എയ്ഡഡ് സ്വകാര്യ മേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അപ്പോൾ ഒരു ഇടുക്കി ജില്ല പരിശോധിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദളിത് മത ന്യൂനപക്ഷങ്ങളുടെ സംയുക്തവേദിയായ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ച് 5, 6 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിൽ ജില്ലയിൽ നിന്നും 1000 പേരെ പങ്കെടുപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു. ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ശൈല ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി പ്രതീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ശിവൻ കോഴിക്കാമാലിയിൽ, യൂണിയൻ അംഗം ബിജു ചരളയിൽ, മനോജ് കുമാർ, ഷാജി പൂവത്തോലിൽ തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൃഷ്ണപ്രിയയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ഇനി വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം